കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. വൈദ്യുത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി പരിശോധനയും നടത്തും. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സ്കൂൾ അധികൃതരുടെ മൊഴി രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായിരിക്കും. അമ്മ തിരിച്ചെത്തിയ ശേഷമായിരിക്കും ചടങ്ങുകൾ ഉണ്ടാവുക. അതേസമയം വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതിഷേധം കടുക്കുകയാണ്. KSU ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പ്രതിഷേധിക്കും. ദിലീപ് ദേവസിയും റഹീസ് റഷീദുമാണ് ചേരുന്നത്. ആദ്യം നമുക്ക് ദിലീപിലേക്ക് പോകാം. ദിലീപ്, ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വിശദമായൊരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കേണ്ടതുണ്ട്. മാത്രമല്ല കുറ്റക്കാർക്കെതിരെ നടപടിയും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എപ്പോഴായിരിക്കും സ്കൂളിൽ പരിശോധന നടത്തുക? വിനീത, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ മുതൽ തന്നെ കൊല്ലം ജില്ലയിലെ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിവിധ വകുപ്പുകളുടെ പരിശോധന ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഇവിടെ ഇന്ന് പല ഉദ്യോഗസ്ഥരുടെ മൊഴി ശാസ്താംകോട്ട പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഒപ്പം ഈ സ്കൂളിൽ ഇന്ന് പ്രതിഷേധ മാർച്ചുകൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചടക്കം ഉണ്ടാകുകയും ചെയ്യും. ഇന്നലെ നമ്മൾ കണ്ടതാണ്. മിഥുൻ, 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ 13 വയസ്സുള്ള മിഥുൻ സ്കൂളിലെത്തുകയും സഹപാഠികൾക്ക് ഒപ്പം കളിക്കുകയും ചെയ്യുന്ന സമയത്ത് മറ്റൊരു സഹപാഠിയുടെ ചെരുപ്പ് സ്കൂളിൻ്റെ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് പോകുകയും അതെടുക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ മിഥുൻ ഷോക്കേറ്റ് മരിക്കുന്ന സാഹചര്യം എത്തുകയും ചെയ്തു. വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഷെഡ് നിർമ്മിച്ചത് അനുമതിയില്ലാതെയാണ്. KSEBയുടെ അനുമതി പോലും വാങ്ങാതെയാണ് ഇത്തരത്തിലൊരു ഷെഡ് നിർമ്മിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഈ KSEBയിലേക്ക് ഇത്തരത്തിലുള്ള ഈ ലൈൻ മാറ്റുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളോ പരാതിയോ ചെന്നിട്ടില്ല എന്നും KSEB പറയുന്നു. വെറുതെ ഒരു വാക്കാൽ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ള ഒരു ന്യായീകരണം മാത്രമാണ് ഇപ്പോൾ ഈ സ്കൂൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത് ഇപ്പോഴും പല ആരോപണങ്ങളും ഉയരുന്നത് ഇത് CPMൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണെന്നും തോന്നിയതുപോലെ ഫിറ്റ്നസ് നൽകി എന്നെല്ലാം പറയുന്ന ഒരു ആരോപണങ്ങളും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ കുട്ടിയുടെ മരണം സംഭവിച്ചത്, അപകടത്തിലേക്ക് നയിച്ചത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളായിരിക്കും വിവിധ വകുപ്പുകൾ ഇന്ന് സ്കൂളിലെത്തി പരിശോധന നടത്തുകയും ചെയ്യുക. മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയുള്ള ഈ ഫിറ്റ്നസ് നൽകുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇന്ന് സ്കൂൾ സന്ദർശിക്കുകയും ചെയ്യുക. ഇന്ന് വിവിധ വകുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ബാലാവകാശ കമ്മീഷൻ ഇവിടെ സ്കൂളിലെത്തി ഇന്ന് പരിശോധന നടത്തിയ ശേഷം ചിലപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാകാനും സാധ്യത. എന്തായാലും ഇപ്പോൾ ശാസ്താംകോട്ട DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് അധ്യാപകരുടെ പ്രധാന അധ്യാപകരുടെയും PTA പ്രസിഡന്റിൻ്റെയും ഒപ്പം മറ്റ് അധ്യാപകരുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഈ മിഥുൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ചുള്ളതാണ്. മിഥുൻ്റെ സംസ്കാരം ഈ മിഥുൻ്റെ അമ്മ വിദേശത്താണ്. മിഥുൻ്റെ അമ്മ വിദേശത്ത് നിന്ന് എത്തുന്നതനുസരിച്ചിട്ടായിരിക്കും സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. അമ്മയെ ഇന്ന് തന്നെ എത്തിച്ചു കഴിഞ്ഞാൽ നാളെ സംസ്കാരം ഉണ്ടാകുമെന്നാണ് ബന്ധുക്കൾ അറിയുന്നത്. ഈ അമ്മയുടെ വരവുമായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ നാട്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഈ നാടിനെ തന്നെ ഏറ്റവും കൂടുതൽ വേദനയിൽ ആഴ്ത്തിയതാണ് ഇപ്പോൾ ഈ മിഥുൻ്റെ മരണം. കാരണം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചതും 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയതുമായ ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നത്. 40 വർഷം പഴക്കമുള്ള വൈദ്യുതി ലൈൻ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇതിന് താഴെ ഈ വൈദ്യുതി ലൈനും ഈ ഷെഡും തമ്മിലുള്ള അകലം വളരെ കുറവായിരുന്നു. അത് ഊഞ്ഞാല് പോലെ ഒന്ന് കാറ്റടിച്ചാൽ ഈ ഇരുമ്പ് ഷെഡിലേക്കടക്കം തട്ടുന്ന തരത്തിലുള്ളതായിരുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടാകാത്തത് എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടത്. നേരത്തെ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. അതായത് അവിടെ സുരക്ഷ ക്രമീകരിച്ചുകൊണ്ടുള്ള വിവിധ ഉദ്യോഗസ്ഥരുടെ അടക്കം ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ പോലും വൈദ്യുതിക്ക് അല്ലെങ്കിൽ വൈദ്യുതി KSEB വകുപ്പിന് ഇത്തരത്തിലുള്ള ഒരു വീഴ്ച കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഈ സ്കൂളിലേക്ക് വിവിധ സംഘടനകളുടെ പ്രതിഷേധ മാർച്ചുണ്ടാകും. ഒപ്പം വിവിധ വകുപ്പുകളുടെ പരിശോധനയ്ക്കായി എത്തുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസിൻ്റെ പ്രത്യേക സംഘം അധ്യാപകരുടെ മൊഴിയെടുക്കുന്നുണ്ട്. വിദ്യാർത്ഥിയുടെ അമ്മ എത്തിയതിനനുസരിച്ചായിരിക്കും കുട്ടിയുടെ മൃതദേഹത്തിൻ്റെ സംസ്കാരമുണ്ടാകുക. വിനീത, ശരി, നമുക്ക് റഹീസ് റഷീദിലേക്ക് കൂടി പോകാം. റഹീസ്, ഇതിലിപ്പോൾ
ആരുടെ വീഴ്ച എന്ന ചോദ്യം അതിനി പ്രസക്തിയുള്ളത് നടപടി എന്തുണ്ടാകുമെന്നതിലാണ്. സ്കൂളിന് ഉത്തരവാദിത്തമില്ലേ? KSEBക്ക് എങ്ങനെയാണ് ഇത്ര പരാതി ഉണ്ടായിട്ടും അത് പരിഗണിക്കാതെ പോയത്, അല്ലെങ്കിൽ അതിൻ്റെ നടപടികൾ വൈകിയത് എന്താണ്? സ്കൂൾ മാനേജ്മെൻറ്റ് ഇക്കാര്യത്തിൽ കൃത്യമായ പരിശോധനകൾ നടത്താതിരുന്നത് എന്തുകൊണ്ടാണ്? മറ്റു വകുപ്പുകൾ ഇത് പരിശോധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ഫിറ്റ്നസ് നൽകിയത് എങ്ങനെയാണ്? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരു ഉത്തരം ഉണ്ടാകേണ്ടതുണ്ട്. കർശന നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു. ഈ റിപ്പോർട്ട് ഏറെ നിർണായകവുമാണ്. നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ നിരവധി വീഴ്ചകൾ അവിടെ കാണാൻ സാധിക്കും. ഒരു കുഞ്ഞിൻ്റെ ജീവൻ പൊലിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെയും പുറത്തു വന്നത് എന്നതാണ്. അത്രയധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് ഈ ഗുരുതരമായ അനാസ്ഥയുണ്ടായത്. വിനിത, നമ്മൾ ഈ മിഥുൻ്റെ വീടിൻ്റെ ഭാഗത്താണ് ഉള്ളത്. മിഥുൻ്റെ അമ്മ സുജയെ ഇന്നലെ വൈകുന്നേരമാണ് മരിച്ച വിവരം അറിയിച്ചിരിക്കുന്നത്. സുജ കുവൈറ്റിലാണുള്ളത്. കുവൈറ്റിൽ സുജ നിൽക്കുന്ന വീട്ടിലെ ഉടമയോടൊപ്പം അവർ തുർക്കിയിലേക്ക് അവധിക്കാല ആഘോഷത്തിന് വേണ്ടി ആ കുടുംബം പോയതാണ്. ആ കുടുംബത്തിനൊപ്പമാണ് സുജ ഉള്ളത്. സുജ എപ്പോഴത്തേക്ക് തിരിച്ചു വരും എന്നതിനനുസരിച്ചായിരിക്കും മൃതദേഹം സംസ്കരിക്കുന്ന കാര്യമുള്ളത്. നിലവിൽ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ് മിഥുൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ ആ കുടുംബം തീരുമാനിച്ചതനുസരിച്ചാണെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് മാത്രമായിരിക്കും അവർ കുവൈറ്റിലേക്ക് തിരിച്ചെത്തുക. അതിനുശേഷം ഇങ്ങോട്ടേക്ക് സുജയെ കൊണ്ടുവരാനാണ് അങ്ങനെയാണെങ്കിൽ ആലോചന. മറ്റൊരാലോചന, അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർ ചേർന്ന് തുർക്കിയിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ടേക്ക് സുജയെ ഇന്ന് തന്നെ കയറ്റിവിടാൻ പറ്റുമോ എന്നൊരാലോചന നടക്കുന്നു. അതല്ലെങ്കിൽ ഈ സുജയ ജോലി ചെയ്യുന്ന വീട്ടിലെ കുടുംബനാഥനോട് സംസാരിച്ച് ഇന്ന് തന്നെ കുവൈറ്റിലെത്താൻ സുജയെ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നാളത്തോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സുജയെ എത്തിക്കാനുള്ള നീക്കം, ആ തരത്തിലുള്ള നീക്കമാണ് നടക്കുന്നത്. മറ്റൊന്ന്, വിനിത ചോദിച്ച ഇതിൽ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച, എന്തൊക്കെ നടപടികളാണ് ഉണ്ടാകുന്നത് എന്ന കാര്യമാണ്. ഇതിൽ വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ട് എന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ ഇന്നലെ സമ്മതിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് പ്രാഥമിക റിപ്പോർട്ട് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകിയിരുന്നു. വിശദമായ റിപ്പോർട്ട് ഇന്നായിരിക്കും നൽകുക. ആ റിപ്പോർട്ടിന് ശേഷം ഇതിൽ കാരണക്കാരായ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് മന്ത്രി അറിയിച്ചത്. ഈ വൈദ്യുതി ലൈനിൻ്റെ കാര്യത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപികയും മാനേജറും പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. മാനേജർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളും അവിടെ ഇല്ല. ഈ ഭാഗത്തേക്ക് കുട്ടികൾ ഒരു കാരണവശാലും എത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അതുകൊണ്ട് ഇതൊരു പ്രതിസന്ധിയെ അല്ലായിരുന്നു. അവിടെ ഷെഡ് നിർമ്മിക്കാൻ അനുമതിയില്ലെങ്കിലും അതിന് ഫിറ്റ്നസ് കിട്ടേണ്ട കാര്യമില്ല, അതൊരു താൽക്കാലിക ഷെഡാണ് എന്ന നിലപാട് മാനേജർ എടുത്തപ്പോൾ പ്രധാന അധ്യാപക പറഞ്ഞത് അങ്ങനെയല്ല. ഇവിടുത്തെ വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ, മാറ്റി സ്ഥാപിക്കാൻ എന്ന് പറയുമ്പോൾ ഇതിനെ കവർ ചെയ്യുന്ന ഒരു നടപടി, ഒപ്പം അവിടെ ഒരു പോസ്റ്റ് ഇടാനുള്ള അനുമതി KSEB ചോദിച്ചിരുന്നു എന്ന് KSEB അധികൃതരും പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രധാന അധ്യാപികയും മാനേജ്മെൻറ്റും പറയുന്നതിൽ പൊരുത്തക്കേടുകളുണ്ട്. ആര് പറയുന്നതാണ് ശരി എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇനി ആരുടെ കയ്യിലാണെങ്കിലും ഏത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്താണെങ്കിൽ പ്രശ്നമെങ്കിലും മിഥുൻ എന്ന 13 വയസ്സുള്ള ഒരു അതിദാരിദ്ര്യാവസ്ഥയിലുള്ള ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം എന്നതാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രധാനപ്പെട്ട ആവശ്യം. ഈ മിഥുൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പോലും ഈ തേവലക്കര സ്കൂളിൽ ഈ അക്കാഡമിക് ഇയറിൽ മാത്രമാണ് മിഥുൻ അവിടെ പഠിക്കാൻ വേണ്ടി ചേർന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് ഉള്ള മറ്റൊരു സ്കൂളിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ആ സ്കൂളിൽ ഹൈസ്കൂൾ വരെ, ആ സ്കൂളിൽ UP വരെ മാത്രമേ ഉള്ളൂ. ഹൈസ്കൂളിലേക്ക് മാറുന്ന ഒരു സമയത്താണ് ഇങ്ങോട്ടേക്ക് മാറിയത്. സാധാരണഗതിയിൽ സ്കൂൾ ബസ്സിൽ സ്കൂളിലേക്ക് പോകുന്ന മിഥുനെ ഇന്നലെ പിതാവ് മനുവാണ് കൊണ്ടുവിട്ടത്. ആ വീട്ടിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഹൃദയഭേദകമായ എന്ന് നമുക്ക് വെറുതെ വാക്കുകളിൽ പറയുന്നതല്ല, അത്ര ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അവരുടെ സംസാരത്തിൽ ഉള്ളത്. മാതാവിൻ്റെ കാര്യമാണെങ്കിലും 3 മാസം മുമ്പ് മാത്രം വേറെ ഒരു സാഹചര്യവുമില്ലാതെ വിദേശത്തേക്ക് ജോലിക്ക് പോയ ഒരു ആളും കൂടിയാണ് എന്നത് ഓർക്കണം വിനിത. ശരി, അതാണ് റഹീസ്. ഏതായാലും നമുക്ക് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരണം. മാത്രമല്ല അവർക്ക് നീതി ഉറപ്പാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയും വേണം. ആരുടെ അനാസ്ഥയായാലും അതിൽ കൃത്യമായ നടപടി ഉണ്ടാകണം. ഇന്നിപ്പോൾ വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റു നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്.